ഹായ് ഗായ്സ്, ഹായ്. ബർത്ത്ഡേ ഫംഗ്ഷന് വന്നതാണ് നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരു കുഞ്ഞു ട്രിപ്പിന് പോവാണ്. വയനാട്ടിലേക്കാണ് പോക്ക്. അത് നമ്മൾ എപ്പോഴും പോവാറുണ്ടെങ്കിലും ഇന്ന് എല്ലാവരും കൂടെയാണ് പോകുന്നത്. ഇപ്പൊ സമയം ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രദറിന്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോഴേക്കും അവർ റോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കയറിയിട്ട് അടുത്തത് നമ്മളെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ എത്തിയപ്പോഴും അവരെല്ലാവരും റെഡി ആയി നിൽക്കായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ കയറി നേരെ വിട്ട് വയനാട്ടിലേക്ക്. എല്ലാരും ഉറക്ക കണ്ടില്ലാട്ടോ. 4 മണിക്കൊക്കെ പോവാന്ന് പറഞ്ഞ ട്രിപ്പ് ഇപ്പൊ 5 മണി കഴിഞ്ഞു കേട്ടോ പോകുമ്പോ. അപ്പൊ നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളെ ലളിതാത്ത ടീം ഉണ്ട് കേട്ടോ നമ്മളെ ട്രിപ്പ്. അപ്പൊ നമ്മൾ നേരെ അവരുടെ അടുത്തേക്ക് പോവാണ്. അവര് അടിവാരം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ പോയി വയനാട് പോയിട്ട് വരാം ഗായ്സ്. വയനാട് തിരുനെല്ലി പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ തിരുനെല്ലിയിലേക്ക് പോവാന്നാ. പക്ഷേ നമ്മൾ അവിടുന്ന് വഴി മാറിട്ടോ. അത് പിന്നെ നമ്മൾ മുത്തങ്ങക്കാട് കടക്കാന്ന് പറഞ്ഞു. പിന്നെ ബാക്കി അവിടുന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ മുത്തങ്ങയിലേക്ക് പോവാണ്. ഇന്നാണെങ്കിൽ ഹൈമോളുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ നല്ലൊരു സ്ഥലത്ത് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കാന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ വണ്ടിയിൽ നിന്ന് നമ്മൾ പപ്പായാണ് കഴിച്ചത്. ആരെങ്കിലും ഉണ്ടോ രാവിലെ തന്നെ പപ്പായ കഴിക്കുന്നവർ? ഒന്ന് കമന്റ് ചെയ്യണം. അങ്ങനെ പപ്പായ കഴിച്ചിട്ട് നമ്മൾ ഇതാ വയനാട് ചുരം കയറുവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വയനാട് ചുരത്തിന്റെ മുകളിൽ. അവിടെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നായിരിക്കും പോലീസുകാർ വരുത്തും, അവരുടെ ഫൈൻ ഇടലും. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ റിസ്ക് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ മുത്തങ്ങയിലേക്കാണ് വിടുന്നത്. എന്താ മഞ്ഞെന്നറിയോ, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നമ്മൾ പോയ സമയം നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. ചില സമയത്തൊക്കെ നമ്മൾ വയനാട്ടിലോട്ട് വരുമ്പോൾ ഈ മഞ്ഞൊന്നും നമ്മൾ കാണാറില്ല കേട്ടോ ആ സമയത്തൊക്കെ. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ഒരു ചായക്കടയിൽ അങ്ങ് നിർത്തി. ചായ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും ബേക്കറി ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പൊ കാറിന്ന് പപ്പായ കഴിക്കാത്തവരൊക്കെ പുറത്തുനിന്ന് പപ്പായ എടുത്ത് കഴിക്കുന്ന തിരക്കിലാണ്. വെറും വയറ്റിൽ പപ്പായ കഴിച്ചിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് ബേക്കറി ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് കുറെ നേരം അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. അവിടെ നമ്മൾ നിർത്തിയ ഭാഗത്ത് നല്ല കോട ഉണ്ടായിരുന്നേ. അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങുവാണ്. പിന്നെ നമ്മൾ കാട് കയറുന്നതിന് മുന്നേ കേക്കൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ കയറിയത്. നമുക്ക് അവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടുകയാണെങ്കിൽ കേക്ക് മുറിക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ വണ്ടി കയറിയതിനു ശേഷം നസമോളുടെ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ ഞാൻ മ്യൂട്ടാക്കി വെച്ചതാണ്, ചിലപ്പോൾ കോപ്പിറൈറ്റ് അങ്ങോട്ട് കിട്ടിയാലോ. Oh my god. പിന്നെ നമ്മൾ വണ്ടി നിർത്തുന്നത് നമ്മളെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സഫാരി ഇല്ലേ, അതിന്റെ അവിടെയാണ്. അവിടെ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ മുറിക്കാന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത്, അല്ലാതെ കാട്ടിൽ വെച്ചിട്ട് മുറിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ. പക്ഷെ അത് നടന്നില്ല. നമ്മൾ അവിടെ ഉള്ളവരോട് ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു അവിടെ പറ്റില്ലാന്ന്. പിന്നെ നമ്മൾ എല്ലാം പാക്ക് ചെയ്തിട്ട് പിന്നെ നേരെ കാട്ടിലെത്തിയപ്പോൾ അതാ ഇഷ്ടംപോലെ ആനക്കൂട്ടം. കുറേ ആന ഉണ്ടായിരുന്നേ. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരാം. ആ കാണുന്നത് മൊത്തം ആനയാണ്, ചെറിയ കുട്ടികൾ വരെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടോ ഇത്രയും ആനക്കൂട്ടം കാണുന്നത്. നമ്മൾ എപ്പോഴും വരുമ്പോൾ 1-2 ഒക്കെ കാണാറുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ കാണാറില്ല കേട്ടോ. നല്ല ടൈമിനാട്ടോ നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ എന്തോ വൈൽഡ് ലൈഫിന്റെ എന്തോ സംഭവമാണ് അവിടെ. നമ്മളവിടെ ചോദിച്ചപ്പോൾ നമ്മൾ ഈ കുരങ്ങന്മാർ ഇവിടെ കേക്ക് മുറിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ കാട് കടക്കുന്നവരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കാടൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ കേക്ക് മുറിക്കാനൊക്കെ സെറ്റ് ആക്കിയത്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാവരും ഇറങ്ങിയിട്ട് കാറൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തു. നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ കർണാടക പോലീസ് ഉണ്ടായിരുന്നു, അവർ ഓക്കെ പറഞ്ഞു കേട്ടോ. അതിനുശേഷം മാത്രമാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് അവരുടെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇതൊക്കെ ചോദിക്കാതെ ചെയ്യുന്നത് മോശമല്ലേ. അപ്പൊ നമ്മൾ അവരോടൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. പിന്നെ എല്ലാവരും തിരക്കിട്ട ബലൂൺ വീർപ്പിക്കലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പണി കഴിച്ച് നമുക്ക് ഇവിടുന്ന് വിടണം എന്നുള്ള രീതിയിൽ. മെയിനായിട്ട് എന്താണ്, നമ്മളെ കുരങ്ങന്മാർ തന്നെയാണ്. എല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ട് കേട്ടോ കുരങ്ങന്മാർ. മെയ് 6-നായിരുന്നു കേട്ടോ നമ്മളെ ട്രിപ്പ് പോയത്. അപ്പോൾ 7-ാം തീയതി ഫൈനുന്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് ആ കേക്കും കൂടെ നമ്മൾ അവിടുന്ന് മുറിച്ചു കേട്ടോ. എനിക്കാണെങ്കിലോ വലിയൊരു അബദ്ധമാണ് പറ്റിയത്. ഞാൻ വലിയ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ ഇങ്ങനെ നല്ലപോലെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ ഷോർട്സ് മാത്രമായിട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ കാറിലെ ഡെക്കറേഷൻസ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അളിയനും അളിയനും കൂടെ ബലൂൺ വീർപ്പിക്കുന്ന തിരക്കിലാണ്. അപ്പോഴേക്ക് ഹയമോൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരൊക്കെയോ വീർപ്പിച്ച് വെച്ച ബലൂൺ എടുത്തിട്ട് കുറേ വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ. ആയുഷുവിൻ്റെയും ഹയൻ്റെതും എൻ്റെതും കൂടെ ഇതണ്ടില്ലേ ഓവർ ഷോ എടുക്കുന്നത്. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആട്ടിൻകുട്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കാട്ടോ. പക്ഷെ നമ്മൾ ടൂർ പോയടത്തുള്ള ആട്ടിൻകുട്ടി അല്ലട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പുറത്തുനിന്ന് എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് അറിയില്ല, നല്ല സൗണ്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നേ. അപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മരത്തിൻ്റെ മുകളിൽ ഒരുപാട് കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ മാത്രമല്ല താഴെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പോലീസുകാരെ നമ്മളോട് നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഫുഡ് എടുക്കാൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാന്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഫുഡൊന്നും അവിടെ ഇവിടെ ഒന്നും ഇട്ടെടുക്കരുതെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളെ കാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കേക്കൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഒരു കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണും.
അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിയുമ്പോഴേക്ക് കുരങ്ങന്മാരൊക്കെ അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് കേക്കും നമ്മുടെ അടുത്തുള്ള ബേക്കറി ഒക്കെ അവർക്ക് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ എടുക്കാൻ വരുന്ന വീഡിയോ ആണ്. അത്യാവശ്യം വലിയ ഇതിനൊക്കെ കാണുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആയിഷുവിനെ ഹയനെ വെച്ചിട്ട് കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഗുണ്ടൽപേട്ടയിലേക്ക് പോയി. അവിടെ നമ്മൾ സൂര്യകാന്തി തോട്ടത്തിലേക്കാണ് പോയത്. അതും നട്ടുച്ച വെയിലത്താണ് നമ്മൾ പോയത്. അവിടെ പോയിട്ട് നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ ഒരുപാട് എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നട്ടുച്ച വെയിലായതുകൊണ്ട് തലയൊന്നൊക്കെ പൊട്ടിപ്പൊളിയുന്ന ആ ഒരു വെയിലായിരുന്നു കേട്ടോ. പക്ഷേ അധികം നേരം നമ്മൾ നിന്നില്ല. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കാറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ കാറിലെത്തിയപ്പോഴോ കാറ് നല്ല ചൂടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഈ വിരിഞ്ഞ പൂക്കളാണ് ഇങ്ങനെ വാടി കിടക്കുന്നത്. അത്രയ്ക്ക് വെയിലാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടുന്ന് ബന്ദിപ്പൂര് വഴി വയനാട്ടിലേക്ക് കടക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. നമ്മൾ അവിടുന്ന് ട്രിപ്പ് മാറ്റി നേരെ തിരുനെല്ലിയിലേക്കായി. തിരുനെല്ലിയിൽ നമുക്ക് കുളിക്കാൻ പറ്റിയൊക്കെ സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ഇതിന് മുന്നേ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും മുത്തങ്ങ വഴി നമ്മൾ തിരുനെല്ലിയിലേക്ക് പോവാണ്. പോകുന്ന വഴി നല്ലൊരു സീനാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആന ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു ബൈക്കാരനെ ഓടിച്ചതാണ്. അപ്പുറത്ത് ഒരു കുട്ടിയും ആന ഉണ്ടായിരുന്നു. അവർ ആ റോഡ് ക്രോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആന വന്നപ്പോഴാണ് ബൈക്കാരൻ വന്നത്. അപ്പോൾ ആ ബൈക്കാരനെ ഓടിച്ചിട്ടാണ് ആന അവിടെ എത്തിയത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണുന്നത്. ഇങ്ങനെ ആന ഓടുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ വണ്ടിയുടെ മുന്നിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റി. ഒരുപാട് ആന ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കൂടെ കുട്ടികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ആന കുറച്ച് ദേഷ്യത്തിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള ആനകളൊക്കെ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെള്ളം പോരാണ്. ആ കാട് കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തുമ്പോഴേക്ക് അത്യാവശ്യം എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലൊക്കെ കൊണ്ടതല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫുഡൊന്നും കിട്ടാനില്ല കേട്ടോ. അങ്ങനെ നോക്കി ലാസ്റ്റ് നമുക്കൊരു കട കിട്ടിട്ടോ. അവിടെ എത്തി നല്ല ചോറും കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാട് സ്പെഷ്യൽ ആയതുകൊണ്ട് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടായിരുന്നു. മീൻ പൊരിച്ചതുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ഉപ്പേരിണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയാം. പിന്നെ എന്തൊക്കെയോ അവരുടെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് വിശപ്പ് അങ്ങോട്ട് മാറ്റി. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ജില്ല വിട്ടാൽ നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടാൻ കുറച്ച് റിസ്ക് ആണല്ലേ. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത കാട് കയറിട്ടോ, തിരുനെല്ലിക്കാട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. അവിടെ എത്തി നോക്കിയപ്പോൾ വെള്ളമൊക്കെ നല്ല കുറവായിരുന്നു. ഞങ്ങൾ ആദ്യം വന്നപ്പോഴൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല തണുത്ത വെള്ളമായിരുന്നു. അവിടെ എത്തി എല്ലാവരും നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ മെല്ലെ തിരിക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. 6 മണി എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെ ഇറങ്ങിയിട്ടില്ല. പിന്നെ നേരെ വീട്ടിലേക്കാണ് വിട്ടത്. പോകുന്ന വഴി അവർ വേറെ വഴിക്കും പോയി. നമ്മൾ കുറ്റ്യാടി ചുരം വഴിയാണ് വന്നത്. പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ പേരാമ്പ്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അവിടുന്ന് പൊറോട്ടയും ബീഫും പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നേ കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും ബൈ.